Welcome back to yet another episode of Luther and his Might. ഏതായാലും സീസൺ 3 ആദ്യത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം, അല്ലെങ്കിൽ എല്ലാവരും വരുവിൻ. ആദ്യ ചാപ്റ്റർ നമ്പർ 1, ബ്രേക്ക് ഹാവ് ലൈഫ്. എന്താ പറയുക, വിശ്രമത്തിനും ഒരു ലൈഫുണ്ട്. അതിന് ലൈഫ് പറയുമ്പോൾ ഒരു എൻഡുണ്ട്, സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു എൻഡുണ്ട്. അതിന് കുറേ പല കഥകളും പല പല അർത്ഥങ്ങളൊക്കെ ഇല്ല. അങ്ങനെ ബ്രേക്കിനും അങ്ങനെ പലതും പറയാനുണ്ട്. അതിൻ്റെയൊക്കെ മുന്നേ നമ്മളെ ബ്രേക്കിൻ്റെ കാര്യം പറയാം. അതുകൊണ്ട് ഉച്ചകാരമായ ഒരു 2 months അപ്പുറമായി. പലതും ചെറിയ ബ്രേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ ആയിട്ടും പിന്നെ എക്സാംസ് ആയിട്ടും കുറച്ച് ബ്രേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ നീണ്ടുപോയതാണ്. ഒന്ന് തുടങ്ങിയത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി പാടാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതാണ്. ഏതായാലും കഴിയണം എത്രയും പെട്ടെന്ന് തന്നെ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ സ്പോട്ടിഫൈയിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും വന്നിട്ടുണ്ട്. ഏതായാലും അതിനൊക്കെ അപ്പുറത്തോട്ട് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ വെക്കാം. വൈ ദ ബ്രേക്ക് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടത് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, അതേ വേണം. നമ്മളിപ്പോൾ ഒരു ഉറക്കം, അതായത് നമ്മളൊരു 24 ഇൻറ്റു അല്ലെങ്കിൽ 24 hour ലൈഫിൽ നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കടന്നുറങ്ങുന്ന ഒരു ബ്രേക്കാണ്. അപ്പം ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇത്രയും ബ്രേക്കാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റേതായ റെസ്റ്റ് വേണം. ഇപ്പോൾ നിങ്ങൾ നീര് പഠിക്കുമ്പോൾ റെസ്റ്റ് എടുക്കുമല്ലോ, അതേപോലെ തന്നെ ലൈഫിൽ പല സൈക്കിളിലും പല കാര്യത്തിലും സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഡെയിലി എപ്പോഴും ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്നല്ല, പക്ഷേ അത് ചിലതിലൊക്കെ ബ്രേക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട് ലൈഫിൽ. അത് നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൊക്കെ പലതിലും ബ്രേക്ക് കൊടുക്കണം. എപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ലതാവണമെന്നില്ല. സംടൈംസ് അതൊരു നല്ല കാര്യമായിരിക്കും. ലൈക്ക് മേ ബി ഒരു കൈൻഡ് ഓഫ് ടോക്സിക്കായ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്സും പെടാം. അയാൾ തന്നെ വേണം, അയാൾ മിണ്ടുന്നില്ല, അവൻ എന്താണ് ഇപ്പം എന്നോട് മിണ്ടിയാൽ, അവളെന്താണ് മിണ്ടിയാൽ, അവളിപ്പം ഇഗ്നോറിങ് ആണോ? എവരി വൺസ് ഹാവ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഓൺ ദെയർ ഓൺ ലൈഫ്സ്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്, അത് സോൾവ് ചെയ്യണം. നമുക്കില്ല പ്രശ്നം പോലെ തന്നെ അവർക്കും ഉണ്ടാകും, അത് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് ഫാമിലി ഇഷ്യൂസ് ആവാം, മേ ബി മെഡിക്കൽ ഇഷ്യൂസ് ആവാം. നമ്മളത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളതിന് ഒരു ഇത് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതാണ് നമ്മുടെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളെ ബ്രേക്കിൻ്റെ കാര്യം വീണ്ടും കടന്നെത്താം. നമ്മളെ ബ്രേക്കിൻ്റെ ഇടയിൽ പലതും പഠിച്ചു, ഓരോരോ ലെസൺസ് പഠിക്കുകയാണല്ലോ. ഏതായാലും ഈ വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിലത്തൊക്കെ ഇറക്കാം. ഏതായാലും ലൈക്ക് എന്താ പറയുക, ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ജില്ലായൊരു മനുഷ്യൻ ബ്രേക്ക് എടുക്കുമ്പോൾ അത് പലതിലും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിലും അല്ലെങ്കിൽ പുതിയ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പലതിലും നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ നമുക്കറിയാൻ പറ്റും പലതും, ലൈക്ക് ഒരു ഔട്ട് ഓഫ് ദ ബോക്സിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ കളി കയറുന്ന കാണുന്ന പോലെ പലതിലും നമുക്കതിൻ്റെ ശരിയും തെറ്റും നമ്മൾ പലപ്പോഴും ഇൻവോൾവ് ആവുന്ന സമയത്ത്, ലൈക്ക് നമ്മളിപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പിലാണ്, നമ്മളിങ്ങനെ ഫ്രണ്ട്സായി ഇങ്ങനെ സംസാരിക്കുന്നു, പല കുറ്റം പറയുന്നു, പലതും ചെയ്യുന്നു, അപ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷേ ആസ് ഒരു പുറത്തുനിന്നൊരു ഔട്ട് ഓഫ് ദ വ്യൂ നോക്കുമ്പോൾ ചിലപ്പം അത് അത്രത്തോളം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ചിലപ്പോൾ അപ്പുറത്തെ ഒരാൾക്ക് അത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. നമ്മളപ്പുറത്തെ ഒരു ഇതിൽ ചിരിച്ചു പോകും, ചിലപ്പോൾ നമുക്കത് ഉള്ളിൽ കൊള്ളും. അതേപോലെ അത് നമുക്കതില്ല, ചിലപ്പോൾ ആ പറഞ്ഞ ആൾക്ക് കൊണ്ടേക്കാം, ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ചിരിച്ചു പോകണതിലും അങ്ങനെ പലതിലുള്ള ഇൻകറക്റ്റ്നെസ് കറക്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ പോയി, ഒരുപാട് സോളോ ട്രാവലിംഗ് പോയി. സോളോ ട്രാവലിംഗ് പോകാന്ന് വെച്ചാൽ ഒന്നാമത് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങണമുണ്ട്. പിന്നെ ചിലപ്പോൾ ഇവരായിരിക്കും ഇവരെല്ലാവരും കൂടി ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കിൻ്റെ സമയത്തും അങ്ങനെ ആയിട്ട് ഭയങ്കരമായിട്ട് സോഷ്യലി അങ്ങനെ ഇൻവോൾവ് ആവേണ്ടതെന്ന് വിചാരിച്ചതായിരുന്നു.
ലൈക്ക് കുറച്ചൊക്കെ സോളോ ആയിട്ടുള്ള ട്രിപ്പിൾ സ്വന്തമായിട്ട് കുറേ പോകുന്നു. ചിലപ്പം ചില അറ്റ പോയിന്റിൽ ആവശ്യമുണ്ടാകുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അവർ ആവശ്യത്തിന് മാത്രം എന്നല്ല, അവരൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും യാത്രകൾ, അവരുടെ പുസ്തകം വായിച്ചു. ഭയങ്കര പുസ്തകം വായിക്കാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എന്നാ പറയുക, കുറേ പടം കാണാൻ സമയം കിട്ടി, മഴയ്ക്ക് കുറേ കടന്നുറങ്ങാൻ സമയം കിട്ടി. അങ്ങനെ ആ ബ്രേക്ക് എടുത്ത സമയത്ത് ഒരുപാട് ആ ഒരു കംഫർട്ട് സോൺ പോലെ ആയി. പക്ഷെ അങ്ങനെ എടുത്ത നമ്മളെത്രത്തോളം പ്രൊട്ടക്റ്റീവ് അല്ലായിരുന്നു. പറഞ്ഞല്ലോ, ഈ തേർഡ് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങും ബാക്കിയാത്ത കാര്യങ്ങളൊക്കെ പതുക്കെ ആയിട്ടുള്ളായിരുന്നു. ഒരു 2 മാസത്തോളം ഗ്യാപ്പ് എടുത്ത സമയത്ത് തീരുമാനിച്ചതായിരുന്നു അപ്പം തന്നെ ചെയ്യാമെന്നുള്ളത്. അത് ചെയ്യാൻ നീണ്ടുപോയി. അതാണ് ഈ ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം. നമ്മളൊരു മടിയന്മാരാകും. പക്ഷേ എന്നൊരു ഭയങ്കര സ്ട്രെസ്സായിട്ട് നടക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ ഈ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാതെ ചുമ്മാ ഇരുന്ന് ഫോണിൽ കളിക്കുന്ന ആൾക്കാർ ഇനി കുറച്ചും കൊണ്ട് ബ്രേക്ക് ആവാം, ഇനി റീൽ എടുത്തെടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെയല്ല. നമ്മൾ അത്രയും സ്ട്രെസ്ഫുള്ളായ പല കാര്യങ്ങളുണ്ടാവില്ല നമ്മുടെ ലൈഫിൽ. ചിലപ്പം ഭയങ്കരമായിട്ട് നൈറ്റും ഞാൻ ആ എക്സാം ടൈമിലൊക്കെ പലപ്പോഴും കോഫി യൂസ് ചെയ്യാറുണ്ട്. അത് മറ്റൊരു പോയിൻ്റ് ഓഫ് കഴിഞ്ഞപ്പം പലപ്പോഴും അത് ബോഡിക്ക് അത്ര നല്ലതല്ല, ഹാംഫുള്ളാണ്. പലപ്പോഴും അത്രയും ഡോസോ കോഫി ഒരു ഡേ കുടിക്കുക, ഉറക്കം കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് പഠിക്കണം, പക്ഷേ അതൊക്കെ ബോഡി എത്രത്തോളം ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ ഒരു ബ്രേക്കായിരുന്നു മൊത്തത്തിൽ. എന്നാ പറയുക, അതൊക്കെയാണ് എടുത്തു. പിന്നെ നമ്മുടെ തേർഡ് സീസൺ അടിപൊളിയായി കൊണ്ടുപോകണമെന്നുണ്ട്. നമ്മൾ കുറേ കാലമായി വീഡിയോ പോഡ്കാസ്റ്റിലോട്ട് കയറണം നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇപ്പോഴും നമ്മുടെ സാങ്കേതിക വിദ്യ നമ്മുടേത് അല്ലാതെ പൊതുവെ അല്ല, അത് സെറ്റായിട്ടില്ല. അത് സെറ്റാകുമ്പോൾ നമുക്കത് റെഡിയാക്കാം. അതുവരേക്കും എന്നാ പറയുക, അതുവരേക്കും റെഗുലർ കേട്ടിരിക്കും. ഏതായാലും ഉഷാറായിട്ട് അടുത്ത ആഴ്ചയും കിടലൻ എപ്പിസോഡും അതും നിങ്ങളെ സമയം ഏതായാലും കളയാതെ നിങ്ങൾക്കും കുറച്ച് യൂസ്ഫുൾ ആവണം. എന്നാൽ എനിക്ക് ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റണം. അല്ലാതെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, അതിന് നോട്ടുകൾ വെച്ചിട്ട് അതാ ഞാനിങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നല്ല, അതിനപ്പുറത്തോട്ടും അങ്ങനെ ആവട്ടെ. ഏതായാലും അതുവരേക്കും ബൈ.